കമന്റ് നോക്കിക്കേ, ലിംഗവൽപ്പം നാച്ചുറൽ ആയിട്ട് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇത് ഒരുപാട് ആൺസുഹൃത്തുക്കളുടെ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇത് എന്നുള്ളത്. അപ്പം മെയിനായിട്ട് കമ്പാരിസൺ നടത്തിയിട്ട്, അനാവശ്യ കമ്പാരിസൺ നടത്തിയിട്ടാണ് ഈ വലിപ്പം ഇല്ല എന്ന് ചിന്തിക്കുന്നത്. ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും കൃത്യമായ വലിപ്പം ഉണ്ടായിട്ടും വെറുതെ കൺഫ്യൂഷനുമായിട്ട് നടക്കുന്നവരാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഏറ്റവും മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ വലിയ ഉള്ള വലിപ്പം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിൻ്റെ കേസിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നാച്ചുറലി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഒന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മസാജ് ചെയ്യാൻ പറ്റും. റെഗുലറായിട്ട് മസാജ് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും ബെറ്റർ ആയിട്ടുള്ള ഇറക്ഷൻ നിലനിർത്താനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആ മാക്സിമം വലിപ്പം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മസാജ് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇല്ലാത്ത വലിപ്പം ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, നമ്മൾ ആ ഉള്ള വലിപ്പമൊക്കെ മാക്സിമം ബെറ്റർ ആക്കി നിർത്താൻ വേണ്ടിയിട്ട് റെഗുലർ ആയിട്ടുള്ള മസാജ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ മസാജ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഓയിൽ റെക്കമെൻഡ് ചെയ്യാനുണ്ടോ? ഇപ്പോൾ ആയുർവേദിക് ആയിട്ടുള്ള ഓയിൽസുകളും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ഏത് ഓയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഡോക്ടർ വേദിക്കിന്റെ എൻഹാൻസ് പ്രോ എന്നുള്ളത്. ഇത് 100% ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഓയിലും കാര്യങ്ങളൊക്കെയാണ്, മസാജ് ഓയിലാണെന്നുള്ളതാണ്. ഇതിൽ മെയിനായിട്ട് ശതാവരി ഉണ്ട്, അശ്വഗന്ധയുണ്ട്, അതുപോലെ ബലയുണ്ട്, പിന്നെ ഷൃഗോപാൽ ഓയിലുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത്. ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ ഉപയോഗിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വൺസ് എങ്കിലും ഇത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പം ഒരു 3 or 4 ഡ്രോപ്സ് എടുത്തതിന് ശേഷം നമ്മൾ ലിംഗത്തിൻ്റെ പുറത്ത് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡെയിലി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെറ്റർ റിസൾട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡയറ്റ്. അതായത് നല്ല രീതിയിലുള്ള ഒരു ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഡയറ്റിൽ നിന്ന് നമ്മൾ ഏത് രീതിയിലുള്ള ഭക്ഷണം കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉള്ള ഫുഡ്, അതുപോലെ ലോ കൊളസ്ട്രോൾ ഉള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ വരുന്നത് പ്രോട്ടീനും അതേപോലെ തന്നെ ഫൈബറും അടങ്ങിയുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഇതിലും ഇൻക്ലൂഡ് ചെയ്യുക, ഡയറ്റിന്റെ പാർട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് പയർവർഗ്ഗങ്ങൾ കാര്യങ്ങളൊക്കെ പ്രോട്ടീന് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ലീഫി വെജിറ്റബിൾസ് കഴിക്കുന്നത് നല്ലത്. അതെ, ലീഫി വെജിറ്റബിൾസ് നല്ല കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ വെജിറ്റബിൾസിൽ തക്കാളി, ബീട്രൂട്ട്, ക്യാരറ്റ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെക്ഷൽ ഹെൽത്തിനും ലിംഗത്തിൻ്റെ ഹെൽത്തിനും ആ ഒരു നല്ല ഇറക്ഷനും കാര്യങ്ങൾക്കൊക്കെ ഗുണകരമാവുന്ന കാര്യങ്ങൾ തന്നെയാണെന്നുള്ളതാണ്. പിന്നെ നട്ട്സുകൾ, ഇപ്പോൾ വാൽനട്ട് അതുപോലെ ആൽമണ്ട് പോലുള്ള കാര്യങ്ങൾ കഴിക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ തണ്ണിമത്തനും നല്ലതാണ്. തണ്ണിമത്തൻ നമ്മൾ ഇറക്ഷനും കാര്യങ്ങളൊക്കെ ബെറ്റർ ആക്കും എന്നുള്ളത് ചില സ്റ്റഡീസുകളും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പോൾ തണ്ണിമത്തനും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാഡ് ഹാബിറ്റ്സുകൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബാഡ് ഹാബിറ്റ്സുകൾ എന്ന് പറയുമ്പോൾ സ്മോക്കിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതാണ്. സ്മോക്കിംഗ് ഇപ്പോൾ ചെയിൻ സ്മോക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്യുമ്പോൾ അതിലെ ടോക്സിൻസുകൾ കാര്യങ്ങൾ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുന്നു. അപ്പം ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഉണ്ടാകുമ്പോഴാണ് നല്ല ഉദാഹരണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഉദാഹരണം കുറയാൻ വേണ്ടിയിട്ട് സ്മോക്കിംഗ് കാരണമാവുന്നതാണ്. അപ്പോൾ സ്മോക്കിംഗ് കട്ട് ചെയ്യേണ്ടുന്ന, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ടുന്ന ഒരു ബാഡ് ഹാബിറ്റാണ്. അതേപോലെ ആൽക്കഹോളും കട്ട് ചെയ്യേണ്ടുന്ന ഒരു ബാഡ് ഹാബിറ്റാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാണ്. 7 to 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല, കുറച്ച് സമയം മാത്രമേ ഉറങ്ങുന്നുള്ളൂ, ഈ 7 മണിക്കൂറിലും താഴെയാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ നമ്മുടെ ഹോർമോൺ ലെവലിനെയൊക്കെ ബാധിക്കും. അത് നമ്മുടെ സെക്ഷൽ താല്പര്യത്തെയും ഉദാഹരണത്തെയും ഒക്കെ ബാധിച്ചേക്കാവുന്ന കാര്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് 7 to 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക എന്നുള്ളതാണ് സ്റ്റഡീസുകളും കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യം. ഹെൽത്തി സ്ലീപ്പ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് അല്ലേ വ്യായാമം? അത് തന്നെ. ചില ആൾക്കാർ സെഡൻഡറി ലൈഫ് ആയിരിക്കും, അധികം വ്യായാമമൊന്നും ചെയ്യാതെ സെഡൻഡറി ലൈഫ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കുറച്ച് വ്യായാമവും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പാർട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ മസാജൊക്കെ ചെയ്യുന്ന പോലെ തന്നെ റെഗുലറായിട്ട് എക്സസൈസ് കൂടി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളെ ബെറ്റർ ഇറക്ഷനും കാര്യങ്ങളും ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങളെ മാക്സിമം ഉള്ള വലിപ്പം മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ മസാജ് ഇൻക്ലൂഡ് ചെയ്യാം, അതേപോലെ ഡയറ്റ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാം, പ്ലസ് നല്ല രീതിയിൽ ഉറക്കവും അതേപോലെ നല്ല രീതിയിൽ വ്യായാമവും നിങ്ങളുടെ ലൈഫിന്റെ പാർട്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്ക് എല്ലാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവ് തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ചെയ്തൊക്കെ മറക്കണ്ട. മറ്റു വീഡിയോ കാണാം.